അടുത്തത് നമ്മൾ കാനോൻ ലോയിലേക്കാണ്. ഡിസ്പെൻസേഷൻ ഓഫ് കാനോൻ ലോ ഫോമിലേക്ക് നാം എത്തുമ്പോൾ ഡിസ്പെൻസേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞു. ഇനി നെക്സ്റ്റ് ഉള്ളത് എന്താണ്? കാനോൻ ലോയെ പറ്റിയാണ്. ഈ കാനോൻ ലോ എന്തിനു വേണ്ടിയിട്ടാണ് കാനോൻ ലോ? ആർക്ക് വേണ്ടിയിട്ടാണ്? അതായത് സഭയിലെ വൈദികർക്കും പിതാക്കന്മാർക്കും വേണ്ടിയിട്ടാണ്, സാധാരണക്കാർക്കും വേണ്ടിയിട്ടാണ്. എല്ലാ നിയമങ്ങളും അത് ഭരണപരമായ കാര്യങ്ങൾക്കാണ് അത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നിയമങ്ങളുണ്ടല്ലേ. എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നുണ്ടോ? ഭരണഘടനയിൽ ഇത്രയധികം വകുപ്പുകളും ഉപവകുപ്പുകളും ഒക്കെ ഉണ്ട്. എല്ലാം നമുക്കറിയാവോ? എനിക്ക് തോന്നുന്നൊരു വക്കീലിന് പോലും മൊത്തം അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ജഡ്ജിമാർക്കും. അവരെല്ലാം റെഫറൻസിലൂടെയാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. 1752 വകുപ്പുകളാണ് കാനോൻ ലോയിലുള്ളത്. അതിന്റെ ചരിത്രങ്ങൾ പറയാം. 4000 വരെ വന്ന കേസുണ്ട്. അതെല്ലാം മാറ്റി 1983 ജോൺ പോൾ സെക്കൻഡ് ആണ് സംഗ്രഹിച്ചിട്ട് 1752 വകുപ്പുകളും അത് 7 ബുക്കുകളായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ബൈബിളില് 73 ബുക്ക് എന്ന് പറയാറില്ലേ? പഴയ നിയമം 46 പുതിയ നിയമം 27 എന്ന് പറയുന്ന പോലെ. അതുപോലെ അല്ല, ഇത് ഓരോ ബുക്സ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത്ര എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞ് തുടങ്ങുകയാണ്. എവരെയും സ്വാഗതം ചെയ്യട്ടെ. ഇനി അടുത്തത് കാനോൻ നിയമത്തെ പറ്റിയാണ്. എന്താണ് കാനോൻ നിയമം? ആദ്യമായി കാനോൻ നിയമം എന്താണെന്നാണ് നാം അറിയേണ്ടത്. എന്നിട്ട് ഈ നിയമവും ഡിസ്പെൻസേഷൻ ഓഫ് കാനോൻ ലോ ഫോമിലേക്കും വരാം. ക്രിസ്തീയ സഭകളുടെ, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്ക സഭ, അതായത് ലത്തീൻ കത്തോലിക്ക സഭ, ആന്തരിക ഭരണവും അച്ചടക്കവും നിയന്ത്രിക്കുന്നതിനായി സഭാ അധികാരികൾ നിർമ്മിച്ച നിയമസംഹിതയെയാണ് കാനോൻ നിയമം എന്ന് പറയുന്നത്, അതായത് കാനോൻ ലോ. സഭയിലെ കൂദാശകൾ, പുരോഹിതരുടെ കടമകൾ, വിശ്വാസികളുടെ അച്ചടക്കം, സഭാ ഭരണ സംവിധാനം എന്നിവ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും, അതായത് കാനോൻ നിയമത്തിൻ്റെ പരിധിയിൽ വരും. നിയമം അല്ലെങ്കിൽ മാനദണ്ഡം എന്നാണ് കാനോൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അതൊരു ഗ്രീക്ക് പദമാണ്. കാനോൻ നിയമത്തിൻ്റെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥങ്ങൾ, അതായത് ബൈബിൾ, സഭാ കൗൺസിലുകളുടെ തീരുമാനങ്ങൾ, മാർപ്പാപ്പമാരുടെ കൽപ്പനകൾ, അതായത് ഡിക്രീസ് എന്നിവയിൽ നിന്നാണ് കാനോൻ നിയമം രൂപപ്പെട്ടിരിക്കുന്നത്. ഈ കാനോൻ നിയമത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സഭയുടെ ആന്തരിക കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും വിശ്വാസികളുടെ ആത്മീയക്ഷേമം ഉറപ്പാക്കുന്നതിനും ഈ നിയമം സഹായിക്കുന്നു. കത്തോലിക്ക സഭയ്ക്ക് പുറമെ ആംഗ്ലിക്കൻ, ഓർത്തഡോക്സ് സഭകളും സ്വന്തമായി കാനോൻ നിയമം പിന്തുടരുന്ന സഭകളാണ്. റോമൻ കത്തോലിക്ക സഭയിൽ 1983 കാനോൻ നിയമസംഹിതയാണ് നിലവിൽ പ്രധാനം. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കാനോൻ ലോ 1983 നിയമസംഹിതയാണ്. ക്രിസ്തീയ സഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും സഭാപരമായ കാര്യങ്ങളെയും ക്രമീകരിക്കുന്ന നിയമങ്ങളുടെ ആകെത്തുകയാണ് കാനോൻ നിയമം. എന്നാൽ ഒരു ക്രിസ്ത്യൻ സഭയെ, പ്രാഥമികമായി റോമൻ കത്തോലിക്ക സഭയെ നിയന്ത്രിക്കുന്നതിനായി സഭാധികാരികൾ, അതായത് പോപ്പ് അല്ലെങ്കിൽ ചർച്ച് കൗൺസിലുകൾ പോലുള്ളവ നിർമ്മിച്ച നിയമങ്ങളുടെയും നിയമതത്വങ്ങളുടെയും ഒരു കൂട്ടമാണ് കാനോൻ നിയമം. അതിൻ്റെ ഘടന, ഭരണം, പുരോഹിതന്മാർ, കൂദാശകൾ, അതായത് വിവാഹം പോലുള്ള കൂദാശകൾ, അതിലെ അംഗങ്ങളുടെ പെരുമാറ്റം എന്നിവ നിയന്ത്രിക്കുകയും വിശ്വാസികളെ രക്ഷയിലേക്ക് നയിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കാനോൻ നിയമത്തിൻ്റെ കോഡ് പോലുള്ള രേഖകളിൽ ക്രോഡീകരിച്ചിരിക്കുന്ന തിരുവെഴുത്തുകൾ, അതിൻ്റെ പാരമ്പര്യം, റോമൻ നിയമം
എന്നിവയിൽ നിന്ന് പോലും സ്വീകരിച്ച പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഏറ്റവും പഴയ നിയമവ്യവസ്ഥകളിലൊന്നാണ് കാനൺ നിയമം. സഭാഘടന, നേതൃത്വം, സ്വത്ത് എന്നിവ മുതൽ വിവാഹം, മതവിദ്യാഭ്യാസം അതായത് കാറ്റഗിസം, അച്ചടക്ക നടപടികൾ എന്നിവ വരെ എല്ലാം ഈ കാനൂൻ നിയമത്തിൽ ഉൾപ്പെടുന്നതാണ്. ദിവ്യനിയമം അതായത് മാറ്റാനാവാത്ത ധാർമ്മിക തത്വങ്ങൾ, പ്രകൃതി നിയമത്തിലെ ഉത്തരവുകൾ, സഭാ കൗൺസിലുകളിൽ നിന്നുള്ള തീരുമാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ കാനൂൻ നിയമം. ക്രമം, നീതി, വ്യക്തത എന്നിവ നൽകുന്നതിന് ആത്യന്തികമായി സഭയുടെ ദൗത്യത്തെയും ആത്മാക്കളുടെ രക്ഷയെയും പിന്തുണയ്ക്കുക എന്നതാണ് ഈ കാനൻ നിയമത്തിൻ്റെ ഉദ്ദേശവും. കത്തോലിക്ക സഭയിൽ ഇത് കാനൻ നിയമസംഹിതയായി ക്രമീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നിലവിലുള്ള പതിപ്പ് അതായത് കാനൻ നിയമം പ്രധാനമായും 1983 കാനൂൻ നിയമസംഹിതയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത് സിവിൽ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. സിവിൽ നിയമത്തെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും കാനൂൻ നിയമം സഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നു. കൂടാതെ മതേതര നിയമവ്യവസ്ഥകൾക്ക് സമാനമല്ല. എന്നിരുന്നാലും അത് നടപടിക്രമം പോലുള്ള തത്വങ്ങൾ പങ്കിടുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കുക, കാനൂൻ നിയമം സഭയ്ക്ക് മാത്രം, സഭയ്ക്കുള്ളിൽ മാത്രമുള്ളതാണ്. സിവിൽ നിയമം ഒരു രാജ്യത്തെ പൗരന് വേണ്ടിയിട്ടുള്ളതാണ്. ആ സിവിൽ നിയമം ഇതിൽ പ്രാവർത്തികമാണെങ്കിലും സഭയുടെ നിയമങ്ങൾ സഭയോട് ബന്ധപ്പെട്ടേ പോകൂ. ആ കാനൂൻ നിയമത്തെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് വേണ്ടി സഭയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമാണ് ആ നിയമം. പലപ്പോഴും കാനൂൻ നിയമത്തിലേക്ക് സിവിൽ നിയമം കയറാറില്ല, സിവിൽ നിയമത്തിലേക്ക് കാനൂൻ നിയമം കയറില്ല. ഒരു ബൗണ്ടറി ലൈൻ അവിടെയുണ്ട്. മതം എന്ന ബൗണ്ടറി ലൈൻ, ക്രൈസ്തവീയത എന്ന ബൗണ്ടറി ലൈൻ. പ്രായോഗികമായി കത്തോലിക്കരുടെയും പുരോഹിതരുടെയും അവകാശങ്ങളും കടമകളും ഈ നിയമം രൂപപ്പെടുത്തുന്നു. വിവാഹ അസാധുവാക്കൽ പോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സഭാ കോടതികൾ അതായത് ട്രൈബ്യൂണലുകൾ ഈ നടപടിക്രമങ്ങൾ ഉപയോഗിച്ചാണ് നടത്തുന്നത്. ബിഷപ്പുമാരുടെയും പുരോഹിതരുടെയും മറ്റ് സഭാ ഉദ്യോഗസ്ഥരുടെയും റോളുകളും അധികാരങ്ങളും ഈ നിയമങ്ങളിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അതായത് നിർവചിക്കുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്നത് കാനോനിക നിയമമാണ്, അതായത് ഡിസ്പെൻസേഷൻ ഓഫ് കാനോനിക്കൽ ഫോമിന്റെ ആ നിയമങ്ങൾ, കാനോൻ നിയമങ്ങളാണ് നാം അറിഞ്ഞത്. ഇനി നെക്സ്റ്റ് ഉള്ളത് കാനോൻ നിയമം എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്നൊക്കെ അറിയാൻ. അത് കാലാനുഗത ഓരോ കാലക്രമത്തിൽ പറയാം. അതായത് ഒരു കാനോൻ നിയമം എന്ന് പറയുന്നത് ഒരൊറ്റ കൗൺസിലിൽ അല്ല തീരുമാനിച്ചത്. ഒത്തിരി സഭാ കൗൺസിൽ, സഭയുടെ തീരുമാനങ്ങൾ എല്ലാം എടുക്കുന്നത് കൗൺസിൽ വഴിയാണ്. ആ സാർവത്രിക സുനോദോസിലാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നിഖ്യ സാർവത്രിക സുനോദോസിലാണ് ഇതിനെപ്പറ്റി കൂടുതലൊക്കെ ഉണ്ടായത്. അതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് തരാം, അത് അടുത്ത വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിചിതാത്മാരുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.